ഹലോ ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാനിത് എത്തിയിരിക്കുകയാണ്. ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇതിനിടയിൽ. ഈ വീഡിയോ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. എന്തായാലും പോസ്റ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. കുറേ നാളുകൾക്ക് മുന്നേ ബോംബെയിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു. സോ ബേസിക്കലി ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് വാട്ട് ഐ ഏറ്റ് ഇൻ ബോംബെ. അപ്പോൾ ആദ്യം തന്നെ തുടങ്ങാനായിട്ട് സാൻ വീസെന്നാണ് ഞാൻ ഒരു സാൻഡ്വിച്ച് മേടിച്ചത്. ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര ചീസി, കുറച്ച് ഹെവി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആയിരുന്നു. അത് ഒരു 2-3 പീസ് കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ വയറ് ഫുള്ളായി. ആൻഡ് എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, ഭയങ്കര അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണ റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടെ പോയിട്ട് ആദ്യം തന്നെ നല്ലൊരു ജിഞ്ചർ ടീ ആണ് കുടിച്ചത്. നല്ല ചായ ആയിരുന്നു. എൻ്റെ അപ്രൂവൽ കണ്ടില്ലേ, തലയാട്ടിയും കൊണ്ട് ഞാൻ അപ്രൂവ് ചെയ്തിരിക്കുന്നു ആ ചായ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നല്ല ചൂടുള്ള ക്രിസ്പി വടയാണ് വന്നത്. വട കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാനിപ്പോൾ ചെന്നൈയിൽ നിൽക്കുന്നത് കൊണ്ടും ഇവിടുന്ന് ഒരുപാട് നല്ല ടേസ്റ്റി വടകൾ കഴിച്ചതുകൊണ്ടും എനിക്ക് ഇത് വളരെ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ഭയങ്കര ക്രിസ്പി ആയിരുന്നു. അപ്പോൾ ആ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗീ റോസ്റ്റ് ആണ് ഓർഡർ ചെയ്തത്. ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ചെന്നൈയിൽ നിന്ന് കുറേ ദോശ ട്രൈ ചെയ്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഒരു ടേസ്റ്റ് എനിക്ക് മടുത്ത് തുടങ്ങി. അപ്പോൾ ഇത് ആക്ച്വലി കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ അവിടുത്തെ ചട്നിയാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാൻ പാനിപൂരിയാണ് കഴിച്ചത്. പക്ഷേ ഈ പാനിപൂരി സത്യം പറയാലോ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. കാരണം അതിൽ അവർ മട്ടർ ഇടും, അതായത് ഗ്രീൻ പീസ്. എനിക്കാണെങ്കിൽ ആലു ഫില്ലിങ്ങുള്ള പാനിപൂരിയാണ് ഇഷ്ടം. രാത്രി ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. അവിടെ പോയിട്ട് സ്റ്റാർട്ടേഴ്സായിട്ട് പനീർ ടിക്ക കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ 2 ടൈപ്പ് ഓഫ് കറിയും പിന്നെ നാണുമാണ് കഴിച്ചത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഡീസൻ്റ് ആയിരുന്നു. പക്ഷേ എന്ത് ടൈപ്പ് ഓഫ് കറിയാണ് കഴിച്ചത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് പോയത് പോപ്റ്റേറ്റ്സിലാണ്. പോപ്റ്റേറ്റ്സ് പോയിട്ട് ഈ ചീസി ബോൾസ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം, ഭയങ്കര അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ഒരു സിസ്ലർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ പിസ്സയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 3ഉം എനിക്കിഷ്ടമായി. അപ്പോൾ ഇതൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഒന്നും കുടിച്ചില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട, ഞാൻ എടുത്തത് എലൈറ്റി ആയിരുന്നു. 3 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ട്രൈ ചെയ്തു. പക്ഷെ എന്തൊക്കെ ട്രൈ ചെയ്താലും എനിക്കിഷ്ടപ്പെട്ടത് ക്ലാസിക് എലൈറ്റി തന്നെയായിരുന്നു. അങ്ങനെ അതെല്ലാം കുടിച്ച് അവിടുന്ന് ഇറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ നല്ല അടിപൊളി സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് തപ്പിയിട്ടാണ് ഇറങ്ങിയത്. ബോംബെ പോയിട്ടും ഈ സൗത്ത് ഇന്ത്യൻ ഡിഷസ് തന്നെയാണല്ലോ ട്രൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്ക് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. പക്ഷെ എന്തായാലും രാമേശ്വരം കാഫേ തപ്പി പോയതായിരുന്നു. എത്തിയത് വേറെ ഏതോ ഒരു രാമേശ്വരം കാഫേയിലായിരുന്നു. എന്തായാലും എത്തിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ നല്ല അടിപൊളി ദിൽഖുഷ് ദോശയും അതേപോലെ തന്നെ തട്ടിഡ്ലിയും കഴിച്ചിട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.